ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഉണ്ണിമാരുടെ കല്യാണത്തിന് പോവാണ്. അളിയനുണ്ട്, ടീം ഫുള്ളുണ്ട്, അമ്മേൻ്റെ. ഇതൊക്കെ വീഡിയോ ആക്കിയിടാനല്ലേ? കുണ്ട ചേച്ചി എല്ലാവരും ഉണ്ട്. അളിയൻ അളിയൻ്റെ അമ്മ. நம்பியாரு கபாலி அப்படின்னு சொன்ன உடனே குனிஞ்சி சொல்லுங்க எஜுமா அப்படியே வந்து நிப்பானே அந்த மாதிரி கபாலி நினைச்சியாடா கபாலிடா. ഈ തള്ള എന്താണ് ഇങ്ങനെയൊക്കെ നോക്കണത്? ഈ പ്രായത്തിൽ അങ്ങനെയുള്ളത് ഇനി ഉണ്ടാവുമായിരിക്കോ? എന്നെ ചേട്ടാന്ന് വിളിക്കുന്നത് ബാബു എന്ന് വിളിച്ചാൽ മതി. അയ്യോ, ഭർത്താക്കന്മാരെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ദൈവകോപം കിട്ടും. वजन तो तेरे तकिए वैष्णव वजन ഇതെന്ത് ജീവൻ എന്റെ ഈശ്വര! എട്ടുകാലിയാ. ചെവി തല കേൾപ്പിക്കില്ലല്ലോ. തന്റെ കാറിൽ പാട്ടൊന്നുമില്ലടോ. ഇതൊന്ന് കുറയ്ക്കാൻ ഉണ്ടല്ലോ. ഡിസ്കോ ഉണ്ട്, വെക്കട്ടെ? ഡിസ്കോ വെക്കട്ടെ? വേണ്ട വേണ്ട, അതിനും ഭേദം ഇത് തന്നെ കേട്ടോളാം. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മൻ ചേട്ടാ. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. ദേവിയുടെ കടാക്ഷം. എല്ലാവരും പറയണു കുട്ടൻ നമ്പരാന് ഭ്രാന്താണത്രേ. ഭ്രാന്ത ആരൊക്കെയാ പറയണേ? കുട്ടികൾ പറയണു, വീട്ടുകാർ പറയണു, നാട്ടുകാർ പറയണു. എനിക്ക് ഭ്രാന്താണോ വൈദ്യരെ? അല്ല, ഇതിന് മാത്രം നാട്ടുകാർ പറയാൻ. അയ്യോ സിസ്റ്റേഴ്സ്, മനസ്സിലായില്ലേ? നമ്മള് സിസ്റ്റേഴ്സ് നേഴ്സുമാരാണെന്ന് ചോദിച്ചത്. നമ്മള് സഹോദരിമാരാണെന്നാ ചോദിച്ചത്. അല്ല, ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാ. നൈസ്. കുടിക്കാൻ എന്തോരോ വേണമെന്നാ ചോദിക്കുന്നത്. കാപ്പിണ്ട് മതിയോ? മണ്ടത്തിന് പറയാടി, പാലല്ലേ കുടിക്കൂ. യോ ഗുഡ് നെയിം? ഗുഡ് നൈറ്റ്. ഞാൻ നേരെ ചെല്ലും. അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിയിട്ട് അറിയാതെ പറ്റുപോലെ സോറി എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി സേതുമാധവന്റെ മുത്തച്ഛനല്ലേ എന്ന് ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴൂ? ഞാൻ വീഴ്ത്തും. ഓക്കെ, നീ ചെല്ല്. പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? അങ്ങനെയല്ല, ഇങ്ങനെ എടുത്തിട്ട് ഇവൻ നിന്റെ ആങ്ങളെ തന്നെ ആണോന്ന്? എന്താണ് അവള് പറഞ്ഞത്? സത്യത്തിൽ ഈ ഭ്രാന്തിയാണ് സാർ. കർത്താവ്, ഇവനപ്പ ജയിലിൽ നിന്ന് ഇറങ്ങി. കാശ് വേണ്ടെന്ന വാസുനാരുടെ ഓശാരം വേണ്ടാ. സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി. എന്റെ നമ്പർ ഞാൻ മറന്നു പോകും. അതുകൊണ്ട് ഞാൻ അത് ഡയറിയെ കുറിച്ച് വെച്ചു. ആ ഡയറി എവിടെ? അത് വേറെ ആരുടെയും കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ അന്ന് തന്നെ കത്തിച്ചു കളഞ്ഞു. ഞാൻ വലിയ പണക്കാരനായ എന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കാൻ വേണ്ടി അമ്മ പണയം വെച്ച വീട് ഇന്ന് ജപ്തിയിലിരിക്കുക.
അതെനിക്ക് തിരിച്ചെടുക്കണം. നീ എത്ര വരെ പഠിച്ച്? 2ാം ക്ലാസ് വരെ. 2ാം ക്ലാസ് വരെ പഠിച്ചപ്പോഴേക്കും വീട് ജപ്തി ചെയ്താ? ഒരു മോൻ 2ാം ക്ലാസ് തന്നെ 15 കൊല്ലം പഠിച്ച ടാറ്റ വരെ തേണ്ടി പോകും. മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്തത്ര പ്രയാസം? എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. എല്ലാത്തിനും പറ്റുന്നുണ്ട്. മുകളിലേക്ക് മാങ്ങപറി, താഴേക്ക് ചെളികുത്ത്. മാങ്ങപറി ചെളികുത്ത്, മാങ്ങപറി ചെളികുത്ത്. മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവും. ദർശനം ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കുന്നത്. മാങ്ങ പറിക്കുമ്പോൾ നിന്റെ കെട്ടിയാൻ വരുമോ? എല്ലാവരും ചിരിച്ചു മതി. ഇനി അടുത്ത സ്റ്റെപ്പ്. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? രമണി, നീയാണോ ഹോയ് വിട്ടത്? ഞാനല്ല. സത്യം പറഞ്ഞ ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. എന്താ പേര്? സ്വീറ്റ് നെയിം. കേട്ടോ പറ്റി. ലാംഗ്വേജ് എന്തായാലും എനിക്ക് പ്രശ്നമല്ല. എങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാം സോങ് ഒന്ന് വെച്ചുതരാമോ? പിന്നെന്താ, വിത്ത് പ്ലഷർ. ഇയാളെക്കാളും സ്വല്പം നിറം കുറവാണെന്ന്. അതെന്താ, പെണ്ണ് നീഗ്രഹമാണോ? ഇതേതാ? ആരാ ഇവൻ? എവനൊന്നും വണ്ടിയൊക്കെ നോക്കുകയാണ്. അയ്യോ, അമ്മാവന്റെ മോനാ കല്യാണച്ചക്കൻ. എവനെന്ത് പറ്റി? അയ്യോ, ഒന്നും പറ്റിയതല്ല. ഇത് പുതിയ സ്റ്റൈലാ. പുതിയ ഫ്ലാഷൻ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവണ മക്കളെ. ഈശ്വര, ഇത് ആരാ പറഞ്ഞതാ? ആര്? ആർക്കൊക്കെ അറിയാതെ? എന്ത് ബുദ്ധിയാ തന്നെ. പിന്നെങ്ങനെയാ? ഇതൊക്കെ ശാസ്ത്ര കുട്ടി. ഇനിയും പറയണോ? പറയൂ. താൻ മനസ്സിൽ ആരെ സ്നേഹിക്കുന്നു അയാളുമായുള്ള തന്റെ വിവാഹം നടക്കും. നടന്നത് തന്നെ. തരാൻ എന്റെ ഒന്നുമില്ല. കൈവേടാ. ഇത് എന്നാന്ന് പുരിയുതാ? അപ്പൊ சொல்ல. അത്തള പിത്തള തവളാച്ചി മറിയം വന്ന് വിളക്കൂതി. അല്ല, അങ്ങോട്ട് ഇരിക്കാന്ന് പറയായിരുന്നു. ഹലോ, കളക്ടർ വന്നു, അങ്ങോട്ട് ഇരുത്തിക്കോ. എടാ, നിന്നോട് സിംഹാസനത്തിൽ ഇരിക്കാൻ പറയാൻ കാരണം എന്താ? കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ടാവാം. ഇത് കളക്ടർ സോമസുന്ദരം, ഇതാണ് മണവാളൻ. ഞാൻ സെഡ്ജി തമ്മിൽ വർഷങ്ങളുടെ പരിചയ. ബൈ ദ വൈ, എന്ത് ചെയ്യുന്നു? മോറൽ ട്രാഫിക്കാന്റെ വീഡിയോ പരസ്യത്തിന്റെ. അതെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? പിന്നെ എല്ലാവർക്കും അച്ഛനും അമ്മയും. അതല്ല, ഈ അസുഖം പാരമ്പര്യമായിട്ട് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? എല്ലാവരും പറയണു. वजन तो तेरे तकिए, वैष्णव जन तो तेरे तकिए। नमस्ते जी। प्रणाम। എന്താ? വേണ്ട വേണ്ട, മേടിതാ അപ്പാറി നമസ്തേ. മേടിച്ച് വായിച്ച് നോക്ക്, അപ്പ അറിയാം ഞങ്ങളുടെ സ്ഥിതി. സംസ്കൃതി സഹോദരിക്ക് സംസ്കൃതം അറിയുമോ? ഭഗവാൻ വാങ്ങ് വായേ, വാങ്ങ് വായിക്കൂ. മോനെ, പരിസരമൊക്കെ നോക്കിക്കോളേടാ. എവിടെയൊക്കെ വാതിലും ജനലുണ്ടോ നോക്കിയോ. ചെല്ലി ചെല്ലി ചെല്ലി. വേണ്ട, സദ്യ വേണ്ട. എങ്കിൽ പിന്നെ ബിരിയാണി ഫിക്സ്. ഫിക്സ്. ഒട്ടകത്തിന്റെ ഇറച്ചിയാവുമ്പോ നല്ല രുചിയാ. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ? ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. പക്ഷിയാ? കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി? അറബിയിലൊരു ചൊല്ലുണ്ട്, അൽ അന്നമിൻ ആലഹ അൽ ഒട്ടഹ. അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. അഥവാ ആരോ ഒരുവൻ ഒട്ടകങ്ങളെ
സാറേ അത് ഇവന്റെ പെങ്ങളാ. രണ്ടുപേരുടെ മോച്ച കണ്ടാൽ അറിയില്ല സാറേ ഇവന്റെ പെങ്ങളാണെന്ന്. ഇവൻ പറയുന്നത് ശരിയാണോ വെച്ചേ? ബാസന്തി ഇതിന്റെ താഴെയുള്ളത് ലക്ഷ്മി. പിന്നെ ഞാനും. എന്താ? വേണ്ട വേണ്ട മേടിതാ അപ്പാറിതാ മസ്തിദേ മേടിച്ച് വായിച്ച് നോക്കാം. എന്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി, എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഒരു ദിവസം അമ്മാവന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി. ഒരു തമിഴിലോരിടിച്ച് മരിച്ച്. എന്നിട്ട് എനിക്കറിയാൻ പറ്റിച്ചു. ഞാനെന്താ ഇങ്ങനെ ആയാണ്? ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് എല്ലാം ഇങ്ങനെ ആക്കിയതാ. വൈദ്യർക്ക് ഒരു കാര്യം അറിയോ? ഇല്ല. എന്റെ കുട്ടിക്കാലം എങ്ങനെയാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അതെന്താ? ഞാൻ കുഞ്ഞുമാവല്ലേ ഇങ്ങനെ കടന്ന് ബോധം വെളിവില്ലാതെ ഇങ്ങനെ കടന്ന് നടക്കാം. എന്തോ അറിവ് വളർന്നു വന്നപ്പോഴോ ഇല്ല ബോധമില്ല. അല്ലെങ്കിൽ തലതിരിഞ്ഞ പരിപാടിയായിട്ട് നീ ഇവിടെ വരും.